ഇടതുമുന്നണി സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും. 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുന്നണി യോഗം ചേരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി CPM-CPI തർക്കം നിലനിൽക്കുന്നതിനാലാണ് മുന്നണി യോഗം വൈകിയത്. എന്നാൽ സർക്കാരിനെതിരെ യോജിച്ചുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അനിവാര്യമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നത മാറ്റിവെച്ച് മുന്നണി യോഗം വിളിക്കാൻ ധാരണയായത്. വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരെ സമരത്തിന് തീരുമാനമുണ്ടാകും. ആഭ്യന്തര തർക്കത്തെ തുടർന്ന് പിളർന്ന NCPയുടെ 2 വിഭാഗങ്ങളെയും യോഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VV അരുണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, ഇന്ന് 100 ദിവസത്തിന് ശേഷമാണ് ഈ യോഗം ചേരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചർച്ചയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ വിവരങ്ങൾ? സിറ, കനത്ത പരാജയമാണ് ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതിനുശേഷം ഒരു തവണ മുന്നണി യോഗം ചേർന്നു. പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-CPI തർക്കമുണ്ടായതിനെ തുടർന്നാണ് പിന്നീട് യോഗം ചേരാൻ കഴിയാതെ പോയ സാഹചര്യമായത്. CPI ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെട്ടു, വിട്ടുകൊടുക്കുന്ന CPM നിലപാടെടുത്തു. ആ തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പക്ഷേ സർക്കാരിൻ്റെ നിരവധി വിഷയങ്ങളുണ്ട്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഇനിയെങ്കിലും സമരരംഗത്ത് ഇറങ്ങിയില്ലെങ്കിൽ പ്രതിപക്ഷം ദുർബലമെന്ന പ്രതീതി പൊതുവിലുണ്ടാകും. അതുകൊണ്ട് മറ്റ് ഭിന്നതകൾ, പ്രത്യേകിച്ചും ഉപനേതാവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറ്റിവെച്ച് മുന്നണി യോഗം വിളിക്കാനാണ് CPM-CPIയും ധാരണയിലെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗം. വിലക്കയറ്റമടക്കം ഓണക്കാലത്ത് വലിയ വിലക്കയറ്റമുണ്ട് സംസ്ഥാനത്ത്. അതടക്കം നിരവധി ജനകീയ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് ഇടതുമുന്നണി രൂപം നൽകിയേക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലാണ് നിർണായകമായ യോഗം. 2 പാർട്ടികൾ, നേരത്തെ NCP ഒറ്റ പാർട്ടിയായി മുന്നിലുണ്ടായിരുന്ന കക്ഷിയാണ്. പക്ഷേ NCP 2ആയി പിളർന്നു. ശശീന്ദ്രൻ വിഭാഗവും അതുപോലെ തന്നെ PC ചാക്കോ വിഭാഗവും 2 വിഭാഗങ്ങളെയും ഇന്ന് ഇടതുമുന്നണി യോഗത്തിലേക്ക് CPM ക്ഷണിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ചെറു പാർട്ടികൾ തമ്മിൽ ഭിന്നിച്ച് നിന്നാൽ അത് ഒരു ഒറ്റ പാർട്ടിയാണ് നിർദ്ദേശം CPM നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും കൂടുതൽ പാർട്ടികൾ ഭിന്നിച്ച് 2 പാർട്ടികളായി മുന്നണിയിലേക്ക് വരികയാണ്. കേരള കോൺഗ്രസ് തന്നെ 3 വിഭാഗങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമുണ്ട്. ഏതായാലും NCP 2 വിഭാഗങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാരിനെതിരായ തുടർ പരിപാടികൾ, സമരപരിപാടി തന്നെയാകാം ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് ചർച്ചകളിലേക്ക് കടക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് പിന്നീട് CPM-CPI ഉഭയ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ധാരണ. തവണ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായിട്ടുമില്ല. ഇതുവരെ ഇടതുമുന്നണിയുടെ നിയമസഭാ യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നം വലിയൊരു പ്രശ്നമായി നിൽക്കുമ്പോഴും ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് 2 പാർട്ടികൾ തയ്യാറായതാണ്. മുന്നണി യോഗം ചേരാം, മറ്റ് തർക്കങ്ങൾ, ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പിന്നീട് പരിഹരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് 2 പാർട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ചയാകാൻ ഇടയില്ല. ഏതായാലും വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലാണ് 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ മുന്നണിയായ ഇടതുമുന്നണിയുടെ യോഗം. ശരി അരുൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.